അമ്മേ, എനിക്ക് പോകാൻ സമയമായി. എനിക്കൊരു മനസമാധാനമില്ല മോളെ. നീ കണ്ടില്ലേ, വെലിച്ചോറുണ്ണാൻ ഒരു കാക്ക പോലും വന്നില്ല, വരില്ല. എന്താ അതിന്റെ അർത്ഥം? അച്ഛന് ഗതി കിട്ടിയിട്ടില്ല. ദേഹി എവിടൊക്കെയോ ചുറ്റിത്തിരിയ. 5 വർഷമായിട്ടും അച്ഛന് ഗതി കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. വെറുതെ തോന്നുന്നല്ല കുട്ടി. ഈ 5 വർഷത്തിനിടെ ഉണ്ണി എത്ര തവണ കടൽ കിടന്നിവിടെ വന്നിട്ടുണ്ട്. എന്താ വിവാഹം വേണമെന്ന് നിനക്ക് തോന്നാത്തെ? പിതൃക്കളുടെ ശാപമാ. ഒരു സുദർശന ഹോമം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആർക്കും ഇവിടെ ഒരു വിലയില്ല. മോൾ പോയിട്ട് വാ. സാവിത്രിക്കുട്ടി, 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 വിങ്സ് വേണമെന്ന് തോന്നുന്നുണ്ടോ? ചിറകുകൾ. പയ്യന് റൊമാൻസ് വന്നും തോന്നല്ലോ. എന്താ ചോദിച്ചത്? ചിറകുകൾ, ബട്ടർഫ്ലൈസിന്റെ മാതിരി നിറയെ കളേഴ്സ് ഉള്ള ചിറകുകൾ വേണമെന്ന് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. എന്തിനാ? പറക്കാൻ. നമുക്ക് രണ്ടാൾക്കും പറന്ന് നടക്കാൻ. ഈ ഗ്രാമം മുഴുവൻ നമ്മൾ പറന്ന് നടക്കണം. പറന്ന് പറന്ന് അങ്ങ് ഉയരത്തിലുള്ള ഒരു കൂട്ടിച്ചെല്ല് അന്തിക്ക്. എന്തിനാ ഹയർ സ്റ്റഡീസിന് അമേരിക്കയ്ക്കൊക്കെ പോകുന്നത്? ഒരു MBBS ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അസാരും കവിത ട്രൈ ചെയ്യാം. സരസ്വതി നാവിൽ ഉറഞ്ഞു തുള്ളുന്നു. അയ്യേ, പൊടി എവിടുന്നു? ഒരു റൊമാൻറ്റിക് കൺസെപ്റ്റ് ഇല്ലാത്ത കഴുത. ഈ ജാതി കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ. ഒരു ഡോക്ടർ പ്രേമിക്കേണ്ട സ്റ്റൈലാ ഇത്. ഐസ്ക്രീം തിന്നു കൂട്ടൻ ടീനേജ് ആയിപ്പോയി. അമ്മണിക്കുട്ടി, ഇത് വാങ്ങൂ. ഇത് വാങ്ങൂ അമ്മണിക്കുട്ടി, പ്ലീസ്. എന്റെ പൊന്നല്ലേ. എനിക്കൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത് അമ്മണിക്കുട്ടി, ഇത് വാങ്ങൂ. വഴി വിട്, എനിക്ക് പോണം. ഈ കത്ത് വാങ്ങാൻ തന്നെ ഞാൻ വിടില്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ ഹൃദയ രക്തത്തിൽ ചാലിച്ചെഴുതിയ കത്താണ്, ഇത് വാങ്ങൂ. ആരെങ്കിലും കാണുമല്ലോ ഈശ്വര. ആരും കാണില്ല. ഈ ചെഞ്ചുടലെ കുറിച്ച് 4 വരി കവിതയുണ്ട് എന്റില്. എന്താടാ ഇത്? ആരടാ? നിൽക്കടാ അവിടെ. ഓടരെന്നാ പറഞ്ഞേ? എന്താ നിന്റെ പേര്? ബിജു. ആ കത്തിങ്ങിതാ. അല്ല, അതിപ്പോ വയ്ക്കോ. അല്ല, കത്ത്. ഓടാ. എന്താടി നിന്റെ പേര്? അമ്മണിക്കുട്ടി. പിന്നെന്താ അവനതിൽ ഹൃദയേശ്വരി എന്ന് എഴുതിയിരിക്കുന്നേ? ചുമ്മാ ഉണ്ണിയേട്ടാ, കുട്ടി പൊയ്ക്കോ. അമ്മണിക്കുട്ടി, അവിടെ നിന്ന് ഇത് വാങ്ങിക്കോ. വാങ്ങാൻ. നാളെ തന്നെ ഇതിന് മറുപടി കൊടുത്തേക്കണം കേട്ടോ. ഞങ്ങൾ ആരോടും പറയില്ല. ആഹാ, പന്തലിന് സാധനങ്ങളൊക്കെ എത്തിയല്ലോ. സാധനങ്ങൾ ഇനി കൊണ്ടുവരാനുണ്ട്. സാവിത്രി കുട്ടിയുടെയും ഉണ്ണിയുടെയും കല്യാണം കഴിയുന്നത് വരെ ഒന്ന് ക്ഷമിക്കാമെന്ന് വിചാരിച്ചതാ. സമ്മതിക്കല. കിട്ടേണ്ടത് കിട്ടിയാലേ അടിയം വിടവാങ്ങുന്ന അവന്മാരുടെ നില.
അച്ഛാ കല്യാണ പന്തലിന്റെ ടോപ്പൊക്കെ എങ്ങനെയാ? ഫ്ലാറ്റ് ആയിട്ടോ അതോ ഈ അമ്പലത്തിന്റെ മാതിരി മതി? ഗോപുരമൊക്കെ വെച്ച് കിട്ടി ഇങ്ങനെ മതി. കല്യാണം വരെയുള്ള കാര്യങ്ങള് ഞങ്ങൾ കാരണവന്മാര് നോക്കിക്കോളാം. നീ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആലോചിച്ചാ മതി. ആ ഹയർ സ്റ്റഡീസിന് നീ അമേരിക്കയിൽ പോകുമ്പോ എവളെ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ, അതോ ഇവൾ ഇവിടെ തന്നെ തുടർന്ന് പഠിച്ചാ മതി എന്നാണോ? തൽക്കാലം ഞാൻ പോകുന്നു. സാവിത്രിയുടെ MS കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞാൽ രണ്ടാളും അവിടെ അല്ലെങ്കിൽ ഇവിടെ. അപ്പോഴത്തെ സൗകര്യം പോലെ. ആ എന്നാ ചെല്ല്. ഇന്ന് സെക്കൻഡ് ഷോ പരിപാടിയൊന്നുമില്ലല്ലോ? ഉണ്ട്. വേണ്ട, ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്ര ശരിയല്ല. അതിന് ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്കുണ്ടല്ലോ. ഏതായാലും ഇന്നിനി പുറത്തേക്കൊന്നും പോണ്ട. ഓ അച്ഛനിന്ന് മരുന്ന് കഴിച്ചില്ല അല്ലേ? കഴിക്കാൻ മോളെ, അച്ഛൻ ഇതൊന്ന് എഴുതി തീർത്തോട്ടെ. പറ്റില്ല. ഞാൻ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കും വിലയില്ലാത്തത്. ആ കിഴവൻ വൈദ്യരുടെ അരിഷ്ടവും ലേഹ്യവും കൃത്യസമയത്ത് കഴിക്കുമല്ലോ. സത്യം പറയാമല്ലോ, എന്റെ മോള് തന്നതുകൊണ്ടാണ് ഞാൻ ഇത് കഴിക്കുന്നത്. പക്ഷെ വാദം പോണോ വൈദ്യരുടെ കഷായം കുടിച്ചേ പറ്റൂ. മോള് പിണങ്ങാതെ ഇവിടെ ഇരിക്കേ. മോള് പോയാ പിന്നെ അച്ഛൻ ഇതൊക്കെ ആരാ ചെയ്തു തരുന്നേ? അതിന് ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. അച്ഛൻ വെറുതെ പറഞ്ഞതാ. മോള് പോയി കിടന്നോ. സാവിത്രിക്കുട്ടി, അയ്യോ, എന്തേ കാണിച്ചത്? താങ്ക് യു. ആ ഇനി തൊട്ട് അടി മേടിക്കും. അടിച്ചോളൂ. ശ്ശോ, വേണ്ട ഉണ്ണിയേട്ടാ, ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. വേണ്ടെന്നേ ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടാ, എന്താ ശബ്ദം കേട്ടോ? വെളിയിൽ എന്തോ ബഹളം കേൾക്കുന്നു. എന്തോ ബഹളം കേൾക്കുന്നു. എന്നിട്ട് റൂമിലേക്ക് ഇരിക്കും. എന്താ അച്ഛൻ? നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ഉണ്ണിയേട്ടാ, വാതിന് പുറത്തു നിന്നാരോ പൂട്ടി. എന്നെ ഒന്നും ചെയ്യല്ലേ.
എന്നെ കൊല്ലല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്നെ കൊല്ലല്ലേ. എന്നെ കൊല്ലല്ലേ. എന്നെ കൊല്ലല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്നെ കൊല്ലല്ലേ. അരുത്. അയ്യോ. അരുത്. ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, വെറുപ്പുള്ളതുകൊണ്ടുമല്ല. എന്നെപ്പോലെ ഒരു സർജൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. വളരെ ബാലിശമാണ്. എന്നാലും വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അടഞ്ഞുകിടക്കുന്നൊരു മുറി, അതിൽ ഞാനും ഉണ്ണിയേട്ടനും. ഇരുട്ട് വീണാൽ മറ്റ് ശബ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരോ വാതിൽ ചവിട്ടി പൊളിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കും. അച്ഛൻ, സാവിത്രി, ഉണ്ണി എന്നൊക്കെ വിളിച്ച് കരയുന്ന ശബ്ദം ഞാൻ കേൾക്കും. ഉണ്ണി. ആരുമില്ലാത്തപ്പോ ഒരു ലോൺലി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് പേടിയാണ് ഉണ്ണേട്ടാ. ഉണ്ണേട്ടാ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അന്ന് ഞാനതൊരു തമാശയെ എടുത്തുള്ളൂ. ആദ്യമൊക്കെ ഞാനും അത് സാരമാക്കിയില്ല. പിന്നെ കുറെ സെൽഫ് ട്രീറ്റ്മെന്റ് എടുത്തു. പ്രൊഫസറെ കണ്ടു. മെഡിസിൻ ഒന്നും വേണ്ട, യോഗ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. നിനക്കെന്താ വട്ടുണ്ടോ സാവിത്രിക്കുട്ടി? MS ഡിഗ്രി കിട്ടിയ ഒരു സർജനാണോ നീ? ഒരുമാതിരി പൈങ്കിളി ഹീറോയിൻസിന്റെ സെന്റിമെന്റ്സ്. എനിക്ക് ലീവിന് 15 ദിവസം കൂടിയുണ്ട്. വൈകുന്നില്ല, മടങ്ങി പോയേക്കാം. ഉണ്ണേട്ടാ, വേണ്ട, ഒരേ വീട്ടിലല്ലേ താമസം. ആരും ഇല്ലാത്തപ്പോ ലോൺലി അറ്റ്മോസ്ഫിയറിൽ ചിലപ്പോൾ കണ്ടുമുട്ടി പോയെന്ന് വരും. ഉണ്ണേട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അടുത്ത ലീവിന് ഇനി 2 വർഷം കൂടിയുണ്ട്. ഞാൻ വരണോ? കാത്തിരിക്കണോ? വേണം. അടുത്ത മാസം 24-ാം തീയതി ഞാൻ വരും. ഇത്തവണയും നീ എന്നെ നിരാശപ്പെടുത്തുമോ സാവിത്രി? നിനക്കിപ്പോ വയസ്സെത്രയെന്ന് അറിയാമോ? ഫസ്റ്റ് ഡെലിവറി 25 വയസ്സിന് മുമ്പ് വേണമെന്നാ. Now you are late by 7 years. ஐயா, முன்னே நீங்க வந்தப்போ சொன்னீங்க, கடவுள் இல்ல, மாரியம்மன் இல்ல, பேய் பிசாசு இல்ல, மனுஷங்க மட்டும்தான் இருக்காங்கன்னு. இந்த காட்டுல நாங்க நல்லா வாழணும்னா முதலாளிங்க தலையெல்லாம் வெட்டணும்னு. ஆனா இப்ப அந்த சாமி சொல்றாரு, முன்ன சொன்னதெல்லாம் தப்பு,
கடவுள் இருக்கு. ஆனா மாரியம்மன் இல்ல அந்த புது கடவுள். ஐயா நீங்க சொல்லுங்க, எது சரி எது தப்பு? நாங்க எதை நம்பணும்? എനിക്കും അറിഞ്ഞൂടാ പൊന്നി. നീ പോയി കിടന്നോ.